പത്തനംതിട്ട വയ്യാറ്റുപുഴയിൽ SFI അംഗത്വ വിതരണത്തിന് അനുമതിയില്ലാതെ സ്കൂളിൽ വേദിയൊരുക്കി. VKNM സ്കൂളിലെ ചടങ്ങ് എതിർപ്പിനെ തുടർന്ന് പിന്നീട് മാറ്റി. ഇന്നലെയാണ് ജില്ലാതല മെമ്പർഷിപ്പ് വിതരണത്തിന് ക്രമീകരണം ഒരുക്കിയത്. ഒത്താശ ചെയ്തത് സ്കൂളിലെ അധ്യാപകരിൽ ഒരാളാണ്. CK അഭിലാൽ വിവരങ്ങളുമായി ചേരുകയാണ്. അഭിലാൽ, ഈ അംഗത്വ വിതരണം സാധാരണഗതിയിൽ സ്കൂളുകളിൽ അനുമതിയുള്ള ഒന്നാണോ? എന്തുകൊണ്ടാണ് ഇത് പിന്നീട് മാറ്റിവെക്കേണ്ടി വന്നത്? വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന് ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഘട്ടത്തിലാണ് വയ്യാറ്റുപുഴ VKNM വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ അധികൃതരുടെ അനുമതിയില്ലാതെ SFI ജില്ലാ നേതൃത്വം അംഗത്വ വിതരണത്തിന് വേദി ഒരുക്കുകയും ക്രമീകരണങ്ങൾ ചെയ്യുകയും ചെയ്തത്. ഇന്നലെയാണ് പരിപാടി തീരുമാനിക്കപ്പെട്ടതെങ്കിൽ തലേ ദിവസം അനുമതി തേടിക്കൊണ്ട് SFI പ്രവർത്തകർ സ്കൂൾ അധികൃതരെ സമീപിച്ചിരുന്നു. പക്ഷേ അനുമതി ലഭ്യമായില്ല. എന്നാൽ ഇന്നലെ രാവിലെ സ്കൂൾ പരിസരത്തേക്ക് എത്തുമ്പോൾ അധ്യാപകരും വിദ്യാർത്ഥികളും കണ്ടത് സ്കൂളാകെ SFIയുടെ കൊടിയും തോരണങ്ങളും വെച്ച് അലങ്കരിച്ച സ്ഥിതിയാണുള്ളത്. ഒപ്പം തന്നെ മുറ്റത്ത് പതാക നാട്ടിയിരുന്നു, കൊടി നാട്ടി പതാക കെട്ടിയിരുന്നു. സമാനമായ തരത്തിലുള്ള അലങ്കാരങ്ങൾ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയിരുന്നു. പരിപാടി കൊഴിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി സൗണ്ട് സിസ്റ്റം എത്തിക്കുകയും പ്ലാസ്റ്റിക് കസേരകൾ ഓഡിറ്റോറിയത്തിലാകെ നിരത്തുകയും ചെയ്തിരുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആയിട്ടുള്ള ആൾ എത്തി ജില്ലാതല അംഗത്വ വിതരണം ഉദ്ഘാടനം ചെയ്യുന്നുള്ള ബ്രോഷർ തയ്യാറാക്കി വാട്സപ്പ് മുഖേന വ്യാപകമായി പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. അതേസമയം സ്കൂളിലെത്തിയ അധ്യാപകർ തന്നെ ഈ വിഷയം ലോക്കൽ മാനേജരെയും അതോടൊപ്പം തന്നെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറെയും അറിയിച്ചു. ഹൈക്കോടതിയുടെ നിരോധനം ഈ വിഷയത്തിലുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അനുമതി നൽകേണ്ടതില്ല എന്നുള്ള കർശന നിലപാട് സ്കൂൾ അധികൃതർ സ്വീകരിച്ച പശ്ചാത്തലത്തിൽ ജില്ലാ നേതാക്കൾ പരിപാടിയിൽ നിന്നും പിൻവാങ്ങുകയാണ് ഉണ്ടായത്. അതേസമയം തന്നെ വയ്യാറ്റുപുഴയിൽ അത്തരത്തിലൊരു പരിപാടി ക്രമീകരിച്ചതായി അറിയില്ല എന്നുള്ളതാണ് ജില്ലാ സെക്രട്ടറി വിശദീകരിക്കുന്നത്. ഒപ്പം തന്നെ പത്തനംതിട്ട ജില്ലാ കേന്ദ്രത്തിലെ കാതോലിക്കറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ജില്ലാതല മെമ്പർഷിപ്പ് വിതരണത്തിനായി തീരുമാനിച്ചിട്ടുള്ളതെന്നും അവിടെയായിരിക്കും പരിപാടിയെന്നുമാണ് അദ്ദേഹം വിശദീകരിച്ചത്. CK അഭിലാൽ വിവരങ്ങൾ നൽകിയത്.